Dear students, today we are going to discuss one of the important emerging costing approaches, that is theory of constraints. Okay, നമ്മൾ തിയറി ഓഫ് കൺസ്ട്രെയിൻസ് ആണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഓൾറെഡി നമ്മൾ ഈ തിയറി ഓഫ് കൺസ്ട്രെയിൻസിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ത്രൂപുട്ട് അക്കൗണ്ടിങ്ങിൽ അല്ലേ. നമ്മൾ ബോട്ടിൽ നെക്സും തിയറി ഓഫ് കൺസ്ട്രെയിൻസും അതെങ്ങനെ ഓവർകം ചെയ്യാം, അതിൻ്റെ പ്രോബ്ലംസൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അവിടെ അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. ജസ്റ്റ് അതിൻ്റെ ഒരു തിയറി, കുറച്ച് തിയറിക്കാരനാണ് ഇതിൽ പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ ഓൾറെഡി നമുക്ക് ഇതിനെക്കുറിച്ചൊരു ബേസിക് നോളജ് ഉണ്ടായിരിക്കും. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ടേം. ഓക്കെ, അപ്പോൾ എന്താണ് തിയറി ഓഫ് കൺസ്ട്രെയിൻസ് എന്ന് നോക്കാം. ഓക്കെ, ഇ ഗോൾഡ്റാറ്റ് ആൻഡ് ജെ കോക്സ് ഡെവലപ്ഡ് ദ തിയറി of constraints for assisting production managers in reducing manufacturing cycle time and operating cost. എന്താ പറയുന്നത്, ഓപ്പറേറ്റിംഗ് കോസ്റ്റ് അതുപോലെ തന്നെ മാനുഫാക്ചറിങ് സൈക്കിൾ ടൈം റെഡ്യൂസ് ചെയ്യുക എന്ന ഉദ്ദേശത്തോട് കൂടിയിട്ട് ജി ഗോൾഡ്റാറ്റ് ആൻഡ് ജെ കോക്സ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളൊരു തിയറിയാണ് എന്ത്, തിയറി ഓഫ് കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ഈ കൺസ്ട്രെയിൻസ്? ഇവിടെ പറയുന്നത് എല്ലാ ഓർഗനൈസേഷനിലും എന്തുണ്ടാവും, കൺസ്ട്രെയിൻസ് ഉണ്ടാവും. എവരി ഓർഗനൈസേഷൻ ഹാസ് സം കൺസ്ട്രെയിൻസ്. ഓക്കെ, അപ്പോൾ എന്താണ് ഈ കൺസ്ട്രെയിൻസ്? ദീസ് കൺസ്ട്രെയിൻസ് ലിമിറ്റ്സ് ദ ഓർഗനൈസേഷൻ ഫോർ അച്ചീവിങ് ഇറ്റ്സ് ഹയർ പെർഫോമൻസ് ഓർ ഗോൾസ്. നമ്മളുടെ പ്രൊഡക്ഷനെയോ അല്ലെങ്കിൽ പെർഫോമൻസിനെയോ അല്ലെങ്കിൽ നമ്മളുടെ ഗോൾ അച്ചീവ് ചെയ്യാനുള്ള ആ ഒരു കാര്യത്തെയോ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന അല്ലെങ്കിൽ ലിമിറ്റ് ചെയ്യുന്ന ഒരു ഏതൊരു ഫാക്ടറിനെയും നമുക്ക് എന്ത് പറയാം, കൺസ്ട്രെയിൻസ് എന്ന് പറയാം അല്ലേ. നമ്മുടെ ലിമിറ്റ് ചെയ്യുന്ന ഒരു എന്ത് കാര്യത്തെ നമുക്ക് എന്ത് പറയാം, കൺസ്ട്രെയിൻസ് എന്ന് പറയാം. ഓക്കെ, ഇവിടെ നമ്മൾ തിയറി ഓഫ് കൺസ്ട്രെയിൻസിൽ നമ്മളുടെ ലിമിറ്റിംഗ് ഫാക്ടേഴ്സ് ഏതൊക്കെയാണ് അല്ലെങ്കിൽ നമ്മളെ ലിമിറ്റ് ചെയ്യുന്ന കൺസ്ട്രെയിൻസ് അല്ലെങ്കിൽ ബോട്ടിൽ നെക്സ് ഏതൊക്കെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുകയും അത് ഐഡൻറ്റിഫൈ ചെയ്ത് അത് റെഡ്യൂസ് ചെയ്യുക അല്ലെങ്കിൽ അത് എലിമിനേറ്റ് ചെയ്തുകൊണ്ട് പ്രൊഡക്ഷൻ സൈക്കിൾ സ്പീഡാക്കുക അല്ലെങ്കിൽ മാക്സിമം എഫിഷ്യൻസി കൊണ്ടുവരിക എന്നതൊക്കെയാണ് ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, തിയറി ഓഫ് കൺസ്ട്രെയിൻറ്റ് ടെക്നിക് യൂസ്ഡ് ടു ഇംപ്രൂവ് സ്പീഡ് ഓഫ് മാനുഫാക്ചറിങ് പ്രോസസ് ബൈ എലിമിനേറ്റിംഗ് ഓർ റെഡ്യൂസിങ് ദ കൺസ്ട്രെയിൻസ്. അതാണ് അതിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. എന്താണ്, കൺസ്ട്രെയിൻസ് എലിമിനേറ്റ് ചെയ്യുകയോ റെഡ്യൂസ് ചെയ്യുകയോ ചെയ്തുകൊണ്ട് എന്താണ് മാനുഫാക്ചറിങ് പ്രോസസ്സ് സ്പീഡാക്കുക, അതല്ലെങ്കിൽ ഓർഗനൈസേഷന് ഹയർ പെർഫോമൻസ് കൊണ്ടുവരിക, അല്ലെങ്കിൽ പ്രൊഡക്ടിവിറ്റി ഇംപ്രൂവ് ചെയ്യുക, അല്ലെങ്കിൽ ഗോൾസ് അച്ചീവ് ചെയ്യുക. ഇതൊക്കെയാണ് എന്ത് തിയറി ഓഫ് കൺസ്ട്രെയിൻസിൽ നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ തിയറി ഓഫ് കൺസ്ട്രെയിൻറ്റ് ഡെവലപ്പ് ചെയ്ത് ഈ ഗോൾഡ്റാറ്റ് ആൻഡ് ജെ കോക്സ് ആണ്. അത് ഡെവലപ്പ് ചെയ്യേണ്ട ഉദ്ദേശം എന്താണ്, റെഡ്യൂസിങ് ദ മാനുഫാക്ചറിങ് സൈക്കിൾ ടൈം ആൻഡ് ഓപ്പറേറ്റിംഗ് കോസ്റ്റ്. ദെൻ എന്താണ് കൺസ്ട്രെയിൻസ് ആണ്, എന്താണ് നമ്മളുടെ പ്രൊഡക്ഷനെ അല്ലെങ്കിൽ നമ്മളുടെ ഓർഗനൈസേഷൻ്റെ ഹയർ പെർഫോമൻസിനെ ലിമിറ്റ് ചെയ്യുന്ന ഏതൊരു കാര്യത്തെയും നമുക്ക് എന്ത് പറയാം, കൺസ്ട്രെയിൻസ് എന്ന് പറയാം. ഓക്കെ, ഈ കൺസ്ട്രെയിൻസ് എലിമിനേറ്റ് ചെയ്യുക അല്ലെങ്കിൽ റെഡ്യൂസ് ചെയ്തുകൊണ്ട് ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ് മീറ്റ് ചെയ്യുക അല്ലെങ്കിൽ മാനുഫാക്ചറിങ് പ്രോസസ്സിംഗ് സ്പീഡ് ഇംപ്രൂവ് ചെയ്യുക എന്ന് പറയുന്നതാണ് തിയറി ഓഫ് കൺസ്ട്രെയിൻസിൽ നമ്മൾ ഒബ്ജക്റ്റീവായിട്ട് കാണിക്കുന്നത്. ഓക്കെ, ദെൻ ഇവിടെ നമ്മൾ ടൈപ്സ് ഓഫ് കൺസ്ട്രെയിൻസ് പറയുന്നുണ്ട്. ഏതൊക്കെ തരത്തിലുള്ള കൺസ്ട്രെയിൻസ് ആണ് ഉള്ളതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ കൺസ്ട്രെയിൻസ് എന്താ നമ്മൾ ഓൾറെഡി പറഞ്ഞു, എന്താണ് നമ്മളുടെ പ്രൊഡക്ഷനെയോ അല്ലെങ്കിൽ പ്രോസസ്സിനെയോ അല്ലെങ്കിൽ ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യുന്നതിനെ ലിമിറ്റ് ചെയ്യുന്ന ഏതൊരു കാര്യത്തെയും നമുക്ക് എന്ത് പറയാം, കൺസ്ട്രെയിൻസ് എന്ന് പറയാം. അപ്പോൾ ഏതൊക്കെ തരത്തിലുള്ള കൺസ്ട്രെയിൻസ് ആണുള്ളത് നോക്കാം. ദർ ആർ മെയിൻലി 4 ടൈപ്സ് ഓഫ് കൺസ്ട്രെയിൻസ്: മാർക്കറ്റ് കൺസ്ട്രെയിൻസ്, പാരഡിഗം കൺസ്ട്രെയിൻസ്, ഫിസിക്കൽ കൺസ്ട്രെയിൻസ് ആൻഡ് പോളിസി കൺസ്ട്രെയിൻറ്റ്. ഓക്കെ, വാട്ട് ഈസ് മാർക്കറ്റ് കൺസ്ട്രെയിൻറ്റ്? മാർക്കറ്റ് കൺസ്ട്രെയിൻറ്റ് മീൻസ് നമുക്ക് എന്താണ് പ്രൊഡ്യൂസ് പ്രൊഡക്ഷൻ നടത്താനൊന്നും യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുമില്ല. പക്ഷെ നമുക്ക് എന്ത് കിട്ടുന്നില്ല, മാർക്കറ്റിൽ നിന്ന് ഓർഡർ കിട്ടുന്നില്ല അല്ലേ. ഓർഡർ കിട്ടിയാലേ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതൊരു കൺസ്ട്രെയിൻ്റ് ആണ് അല്ലേ. നമ്മളുടെ പ്രോഡക്റ്റിന് സഫീഷ്യൻ്റ് ആയിട്ടുള്ള ഓർഡേഴ്സൊന്നും മാർക്കറ്റിൽ നിന്ന് വരുന്നില്ല എന്ന് പറഞ്ഞാൽ അതൊരു കൺസ്ട്രെയിൻ്റ് ആണ് അല്ലേ. അതിന് നമുക്ക് എന്ത് പറയാം, മാർക്കറ്റ് കൺസ്ട്രെയിൻറ്റ് എന്ന് പറയാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ആ കൺസ്ട്രെയിൻറ്റ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു, മാർക്കറ്റിൽ നിന്ന് ഓർഡർ വരുന്നില്ല. അപ്പോൾ നമ്മൾ ആ മാർക്കറ്റിൻ്റെ ഓർഡർ കൂട്ടുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, നമ്മളുടെ പ്രോഡക്റ്റ് കുറച്ചുകൂടി പ്രൊമോഷൻ കൊടുക്കാൻ സാധിക്കും, അല്ലെങ്കിൽ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് യൂസ് ചെയ്തിട്ട് പ്രോഡക്റ്റ് ഒന്നും കൂടെ എന്ത് ചെയ്യുക, കസ്റ്റമേഴ്സിൻ്റെ ഇടയിലേക്ക് എത്തിക്കാൻ നോക്കുക. അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ മാർക്കറ്റ് കൺസ്ട്രെയിൻറ്റ് എന്ന് പറയുന്നത് നമുക്ക് സഫീഷ്യൻ്റ് ആയിട്ടുള്ള ഓർഡേഴ്സ് ഒന്നും മാർക്കറ്റിൽ നിന്ന് കിട്ടുന്നില്ല, അതൊരു കൺസ്ട്രെയിൻ്റ് ആണ്. നമുക്ക് എന്ത് പറയാം, മാർക്കറ്റ് കൺസ്ട്രെയിൻറ്റ് എന്ന് പറയാം. ദെൻ പാരഡിഗം കൺസ്ട്രെയിൻറ്റ്. പാരഡിഗം കൺസ്ട്രെയിൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എംപ്ലോയീസ് ബിലീഫാണ്. അവർ കാലങ്ങളായിട്ട് അവർ വിശ്വസിച്ച് പോകുന്ന കുറേ കാര്യങ്ങളുണ്ട്, അതൊരു കൺസ്ട്രെയിൻ്റ് ആയിട്ട് നിലനിൽക്കും. ചിലപ്പോൾ നമ്മളെന്താണ് പുതിയൊരു ടെക്നോളജി ഓർഗനൈസേഷനിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടി വരുമ്പോൾ എംപ്ലോയീസ് പറയുന്നത് ഈ ടെക്നോളജി ഞങ്ങൾക്ക് വേണ്ട, ഇതിൽ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ പുതിയ മെഷീനറി വരുമ്പോൾ അവർക്ക് അതിൽ ശീലിക്കാനുള്ള ബുദ്ധിമുട്ടല്ലേ, അവരെന്താണ് പണ്ട് മുതലേ ശീലിച്ച് പോകുന്ന കുറേ ബിലീഫ്സ് ഉണ്ടാവും. അത് ചിലപ്പോൾ ഒരു കൺസ്ട്രെയിൻ്റ് ആയിട്ട് നിൽക്കും. അതിന് നമുക്ക് എന്ത് പറയാം, പാരഡിഗം കൺസ്ട്രെയിൻസ് എന്ന് പറയാം. അപ്പോൾ നമുക്കറിയാം കമ്പ്യൂട്ടേഴ്സൊക്കെ വന്ന സമയത്ത് കുറേ പേര് അത് ആക്സെപ്റ്റ് ചെയ്യാൻ പഠിച്ചു അല്ലെ, കുറച്ച് ഓൾഡ് ജനറേഷനൊക്കെ. പിന്നെ എന്താണ് എല്ലാവരും അത് ലേൺ ചെയ്തെടുത്തു. അപ്പോൾ അതൊക്കെ ഒരു ബിലീഫിൻ്റെ ഭാഗമാണ്. പുതിയ ടെക്നോളജി വരുമ്പോൾ പുതിയ അപ്ഡേഷൻ വരുമ്പോൾ അത് ആക്സെപ്റ്റ് ചെയ്യാനുള്ളൊരു മടി എംപ്ലോയീസിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാവും. അതൊക്കെ എന്താണ് ഒരു ബിലീഫ് അവർ ഫോളോ ചെയ്യുന്നുണ്ടാകും. അതിന് നമുക്ക് എന്ത് പറയാം, പാരഡിഗം കൺസ്ട്രെയിൻറ്റ് എന്ന് പറയാം. ദെൻ പറയുന്നത് ഫിസിക്കൽ കൺസ്ട്രെയിൻറ്റ്. ഈ ഫിസിക്കൽ കൺസ്ട്രെയിൻസ് ഒക്കെ അധികം മെഷീനറീസ് എക്യുപ്മെൻറ്റ്സിൻ്റെ കേസിലൊക്കെയാണ് വരുന്നത്. അത് ഫിസിക്കലായിട്ടുള്ളൊരു കൺസ്ട്രെയിൻ്റ് ആണ്. അങ്ങനെ പറഞ്ഞാൽ ഒരു ഇൻഹറൻറ്റ് ഇന്നെഫിഷ്യൻസി എന്ന് പറയാം. ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ
ഒരു മെഷീനറി, ആ മെഷീനറിക്ക് ഒരു ദിവസം 100 യൂണിറ്റേ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുള്ളൂ എന്ന് പറയുന്നത് എന്താണ്? ഒരു കൺസ്ട്രെയിൻ്റ് ആണ് അല്ലേ, ഇൻഹറൻ്റ് ആയിട്ട് വന്നിട്ടുള്ളൊരു ഇൻഎഫിഷ്യൻസിയാണ് അല്ലേ. ആ മെഷീൻ അത്രേ സാധിക്കുള്ളൂ, അതിൻ്റെ കപ്പാസിറ്റി എത്രയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കൺസ്ട്രെയിൻറ്റ് നമുക്ക് എന്ത് പറയാം? ഫിസിക്കൽ കൺസ്ട്രെയിൻറ്റ് എന്ന് പറയാം. അത് എക്യുപ്മെൻറ്റ്സിൻ്റെയും മെഷീനറിൻ്റെയും കപ്പാസിറ്റി കുറയുന്നത് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ഫിസിക്കലി നമുക്ക് പറയാൻ പറ്റുന്ന കൺസ്ട്രെയിൻസ് ഒക്കെ എന്താണ്? ഫിസിക്കൽ കൺസ്ട്രെയിൻസ് ആണ്. അത് ഇൻഹറൻ്റ് ഇൻഎഫിഷ്യൻസി എന്ന് പറയും. ആ ഒരു മെഷീനറി ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിലൂടെ തന്നെ ആ ഒരു ഇൻഎഫിഷ്യൻസി കൂടെ അവിടെ ഉണ്ട്, ഇൻഹറൻ്റ് ആണ്, അതിൻ്റെ നേച്ചറായിട്ട് വരുന്നതാണ്. ഇപ്പോൾ ഞാനൊരു പുതിയ മെഷീനറി ഇൻസ്റ്റാൾ ചെയ്തു, അതിൻ്റെ നേച്ചറാണ് എന്തോ ഒരു ദിവസം ഇത്ര യൂണിറ്റേ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഇത്ര ഹവേഴ്സേ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അത് ഇൻഹറൻ്റ് ആയിട്ടുള്ള ഇൻഎഫിഷ്യൻസിയാണ് അല്ലേ. അതിന് നമുക്ക് എന്ത് പറയാം? ഫിസിക്കൽ കൺസ്ട്രെയിൻറ്റ് എന്ന് പറയാം. ഓക്കെ, ദെൻ ഫൈനലി പോളിസി കൺസ്ട്രെയിൻറ്റ്. അപ്പോൾ എന്തായിരിക്കും പോളിസി കൺസ്ട്രെയിൻറ്റ്? അത് നമ്മളുടെ ടോപ്പ് എക്സിക്യൂട്ടീവ്സും നമുക്ക് നമ്മളെ അടിച്ചേൽപ്പിച്ചിട്ടുള്ള കുറേ പോളിസീസ് ഉണ്ടാവും, അല്ലെങ്കിൽ അവർ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ള കുറേ പോളിസീസും പ്രൊസീജിയേഴ്സും ഒക്കെ ഉണ്ടാവും. അത് പലപ്പോഴും ഒരു കൺസ്ട്രെയിൻ്റ് ആയിട്ട് നിലനിൽക്കും. ഇപ്പോൾ അവരെന്താണ്, അവർ ഓരോ ഓർഗനൈസേഷനിൽ ഫോളോ ചെയ്യേണ്ട റൂൾസ് ഉണ്ടാവും, പ്രൊസീജിയർ ഉണ്ടാവും, പോളിസീസ് ഉണ്ടാവും. അതൊക്കെ എന്താണ് ചിലപ്പോൾ എംപ്ലോയീസിന് വർക്ക് ചെയ്യുന്നതിലോ അല്ലെങ്കിൽ എംപ്ലോയീസിന് പ്രോപ്പറായിട്ട് പ്രൊഡക്റ്റീവായിട്ട് ജോലി ചെയ്യുന്നതിനൊക്കെ ചിലപ്പോൾ എന്തായിരിക്കും ഒരു കൺസ്ട്രെയിൻ്റ് ആയിട്ട് നിലനിൽക്കും. പിന്നെ ഈ പോളിസി ഒന്നും ലോവർ ലെവലിൽ നമുക്ക് മാറ്റം വരുത്താനും സാധിക്കില്ല. അതൊക്കെ എന്താണ് എക്സിക്യൂട്ടീവ് ലെവലിൽ തന്നെ എന്ത് ചെയ്യണം? മാറി വരണം. അതുകൊണ്ട് ലോവർ ലെവലിലുള്ളവർക്ക് ഈ പോളിസിയിൽ ചേഞ്ച് വരുത്താനൊന്നും സാധിക്കുകയില്ല. അപ്പോൾ എന്നാൽ അതും ഒരു കൺസ്ട്രെയിൻ്റ് ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കും. അതിന് നമുക്ക് എന്ത് പറയാം? പോളിസി കൺസ്ട്രെയിൻസ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്തത്? തിയറി ഓഫ് കൺസ്ട്രെയിൻസാണ് ഡിസ്കസ് ചെയ്തത് അല്ലേ. തിയറി ഓഫ് കൺസ്ട്രെയിൻറ്റ് ഈസ് ഡെവലപ്ഡ് ബൈ E.J. Goldratt and J. Cox, and this theory was developed for the purpose of reducing manufacturing cycle time and opportunity cost. ഇതെന്താ പറഞ്ഞത്? The theory of constraints developed on the basis of assumption every organization there must be some constraints. These constraints limits for achieving higher performance or meeting organizational objectives, etc. So theory of constraints main objective is to identify these constraints and eliminate and minimize these constraints in order to improve the productivity or in order to improve the manufacturing cycle time. Okay, then we have mainly 4 types of constraints: market constraints, paradigm constraints, physical constraints and policy constraints. Market constraint means constraints in the market. For example, we cannot get sufficient orders from market, it is a constraint. Then paradigm constraint. Paradigm constraints related with the employees, that is the employees' belief. Sometimes the employees never accept some changes because of their belief. So we can say that is one of the constraint known as paradigm constraint. Then physical constraint. Physical constraint is mainly connected with machineries, equipments, etc. It is an inherent inefficiency. For example, the capacity of a machine. If a machinery has to produce only 100 units per day, it is an inherent inefficiency. So we can say that is a physical constraint. Then policy constraint. Policies and procedures laid down by top executives sometimes act as a constraint. So the employees cannot change it from lower level. Its authority to change these policies is vested with the top executives. So we can say the policy is also a constraint. Okay, അപ്പോൾ ഇത്രയാണ് നമുക്ക് കൺസ്ട്രെയിൻസിൽ നമുക്ക് പറയാനുള്ളത്. ഇതിനതിൻ്റെ ബെനഫിറ്റ്സ് പറയുന്നുണ്ട്. ജസ്റ്റ് ഓരോ പോയിൻറ്റ്സ് ഒന്ന് പറയാം. വലിയൊരു നമുക്ക് ഓൾറെഡി നമുക്ക് അറിയാവുന്ന തന്നെയാണ്. ഇൻക്രീസ് പ്രോഫിറ്റ് പറയണോ? കൺസ്ട്രെയിൻസ് എലിമിനേറ്റ് ചെയ്താൽ മാനുഫാക്ചറിങ് സൈക്കിൾ ടൈം ഇമ്പ്രൂവ് ചെയ്യും, നമുക്ക് ഗോൾസ് പെട്ടെന്ന് അച്ചീവ് ചെയ്യാം, പ്രോഫിറ്റ് കിട്ടും. ദെൻ ഫാസ്റ്റ് ഇമ്പ്രൂവ്മെൻറ്റ്. കൺസ്ട്രെയിൻസ് ഒക്കെ ഐഡൻറ്റിഫൈ ചെയ്യും, എലിമിനേറ്റ് ചെയ്യുകയും ചെയ്താൽ ഓർഗനൈസേഷൻ എന്താണ് ഫാസ്റ്റായിട്ട് ഇമ്പ്രൂവ്മെൻറ്റ്സ് കൊണ്ടുവരാൻ സാധിക്കും. ദെൻ ഇമ്പ്രൂവ്ഡ് കപ്പാസിറ്റി. പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റി കൂടും അല്ലേ. ഒരു കൺസ്ട്രെയിൻറ്റ് ഐഡൻറ്റിഫൈ ചെയ്യും, അത് എലിമിനേറ്റ് ചെയ്യുകയും ചെയ്താൽ നമ്മൾ പറഞ്ഞത് പ്രൊഡക്ഷൻ സൈക്കിൾ ടൈം ഇമ്പ്രൂവ് ചെയ്യും, സ്പീഡ് ഇൻക്രീസ് ചെയ്യും. അങ്ങനെ സ്പീഡ് ഇൻക്രീസ് ചെയ്താൽ എന്താണ് മാനുഫാക്ചർ ചെയ്യാനുള്ള കപ്പാസിറ്റി ഇമ്പ്രൂവ് ചെയ്യും. ദെൻ റെഡ്യൂസ്ഡ് ലീഡ് ടൈംസ് റെഡ്യൂസ് ചെയ്യും. എവിടെ എന്താണ് ആവശ്യമില്ലാതെ കെട്ടിക്കിടക്കുന്നോ അല്ലെങ്കിൽ വെറുതെ ടൈം പോകുന്നൊന്നുമില്ല, പെട്ടെന്ന് തന്നെ എന്താണ് മാനുഫാക്ചറിങ് പ്രോസസ്സ് കംപ്ലീറ്റ് ആവുകയും ഔട്ട്പുട്ടായിട്ട് വരികയും ചെയ്യും. അവിടെ ഒന്നും ഒരു ഡിലേയും ഉണ്ടാവില്ല. എല്ലാ കൺസ്ട്രെയിൻസ് എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഡിലേ ഇല്ലാതെ പ്രൊഡക്ഷൻസ് ഒക്കെ നടക്കും. അപ്പോൾ നമുക്ക് എന്ത് പറയാം? റെഡ്യൂസ് ലീഡ് ടൈംസ്. ദെൻ പറയുന്നു റെഡ്യൂസ് ഇൻവെൻറ്ററി. ഇൻവെൻറ്ററി മീൻസ് ഇവിടെ റോ മെറ്റീരിയലിൻ്റെയും വർക്കിംഗ് പ്രോഗ്രസിൻ്റെയും ഇൻവെൻറ്ററിയാണ് പറയുന്നത്. അതായത് വർക്കിംഗ് പ്രോഗ്രസ് ആയിട്ടൊന്നും പ്രോഡക്ട്സ് എന്ത് ചെയ്യില്ല, കെട്ടിക്കിടക്കില്ല. വർക്കിംഗ് പ്രോഗ്രസ് തീരെ ഉണ്ടാവുന്നില്ല. കാരണം എന്താണ് കൺസ്ട്രെയിൻസ് ഒക്കെ ഐഡൻറ്റിഫൈ ചെയ്യും, അത് എലിമിനേറ്റ് ചെയ്യുകയും ചെയ്താൽ എന്താണ് പ്രൊഡക്ഷനൊക്കെ സ്മൂത്തായിട്ട് നടക്കും. അവിടെ എന്തുണ്ടാവില്ല, വർക്കിംഗ് പ്രോഗ്രസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവം ഉണ്ടാവില്ല. അതൊരു അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ എന്തൊക്കെയാണ് ബെനിഫിറ്റ്സ് പറഞ്ഞത്? ഇൻക്രീസ്ഡ് പ്രോഫിറ്റ്, ഫാസ്റ്റ് ഇംപ്രൂവ്മെൻറ്റ്, ഇംപ്രൂവ്ഡ് കപ്പാസിറ്റി, റെഡ്യൂസ്ഡ് ലീഡ് ടൈം ആൻഡ് റെഡ്യൂസ്ഡ് ഇൻവെൻറ്ററി. ഓക്കെ, ദെൻ നമ്മൾ പറയാൻ പോകുന്നത്
തിയറി ഓഫ് കൺസ്ട്രെയിൻസിലുള്ള സ്റ്റെപ്പാണ്. ഓക്കെ ഇനി നമുക്ക് പറയാനുള്ളത് തിയറി ഓഫ് കൺസ്ട്രെയിൻസിൻ്റെ പ്രോസസ്സ് അല്ലെങ്കിൽ സ്റ്റെപ്സ് ആണ് പറയാനുള്ളത്. അപ്പോൾ ആദ്യം തന്നെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഐഡൻറ്റിഫൈ ദ സിസ്റ്റം കൺസ്ട്രെയിൻസ്. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, എന്താണോ കൺസ്ട്രെയിൻ അത് നമ്മൾ എന്ത് ചെയ്യണം, ഐഡൻറ്റിഫൈ ചെയ്യണം. ഐഡൻറ്റിഫൈ ദ കൺസ്ട്രെയിൻസ്. ദെൻ സെക്കൻഡ് എന്താണ്, എക്സ്പ്ലോയിറ്റ് ദ കൺസ്ട്രെയിൻറ്റ്. എക്സ്പ്ലോയിറ്റ് ദ കൺസ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ ആ കൺസ്ട്രെയിൻസിനെ കുറിച്ച് നന്നായിട്ട് മനസ്സിലാക്കുക, അനലൈസ് ചെയ്യുക, എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്, ഇതെങ്ങനെ ഒഴിവാക്കാൻ പറ്റും, മാക്സിമം അനലൈസ് ചെയ്യുക അല്ലെങ്കിൽ എക്സ്പ്ലോയിറ്റ് ചെയ്യുക. എന്നിട്ട് എന്താണ്, ഈ ചെറിയ ചെറിയ അപ്ഗ്രഡേഷനിലൂടെയോ അല്ലെങ്കിൽ ചെറിയ ചെറിയ ചേഞ്ചസിലൂടെയും നമുക്ക് എങ്ങനെ ഈ ഒരു കൺസ്ട്രെയിൻസ് റിമൂവ് ചെയ്യാൻ കഴിയും അല്ലെങ്കിൽ എലിമിനേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിക്കുക. വലിയ ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും വരുത്താതെ ചെറിയ ചെറിയ അപ്ഗ്രഡേഷനിലൂടെ എങ്ങനെ നമുക്ക് ഈ ഒരു മാറ്റം കൊണ്ടുവരാൻ പറ്റുന്നൊക്കെ നമ്മൾ ആലോചിക്കുന്ന ഒരു സ്റ്റേജാണ് എന്ത്, എക്സ്പ്ലോയിറ്റ് ദ കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത്. ഓക്കെ ഇതെന്താണ്, സബോർഡിനേറ്റ് ദ എവറിത്തിങ് എൽസ് ടു ദ കൺസ്ട്രെയിൻ. കൺസ്ട്രെയിൻസിന് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അതിൻ്റെ ചുറ്റുപറ്റി നിൽക്കുന്ന കാര്യങ്ങളിലൊക്കെ മാറ്റം വരുത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഈ കൺസ്ട്രെയിൻസ് റിമൂവ് ചെയ്യാൻ നോക്കുക അല്ലെങ്കിൽ എലിമിനേറ്റ് ചെയ്യുക അല്ലെങ്കിൽ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്നതാണ് ഇവിടെ തേർഡ് സ്റ്റേജിൽ. ദെൻ ഫോർത്ത് സ്റ്റേജിൽ പറയുന്നു എലവേറ്റ് ദ കൺസ്ട്രെയിൻസ്. ഓക്കെ അത് പറയുന്നത് ഒന്നുകൂടെ പറയാം. ആദ്യം നമ്മൾ എന്ത് ചെയ്തു, കൺസ്ട്രെയിൻ ഐഡൻറ്റിഫൈ ചെയ്തു, അതിനെപ്പറ്റി നന്നായിട്ട് മനസ്സിലാക്കി വെച്ചു, ആണ് എക്സ്പ്ലോയിറ്റ് ദ കൺസ്ട്രെയിൻസ്. ഇതിൽ ചെറിയ ചെറിയ അപ്ഗ്രഡേഷനൊക്കെ എങ്ങനെ വരുത്തിയിട്ട് എങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ കൺസ്ട്രെയിൻസ് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറിച്ചൊക്കെ നമ്മളിവിടെ ആലോചിച്ചു. ദെൻ എന്ത് ചെയ്തു, ഇവിടെ നമ്മൾ മനസ്സിലാക്കിയതനുസരിച്ച് നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ കുറേ മാറ്റങ്ങൾ വരുത്തി നോക്കി, ചെറിയ ചെറിയ അപ്ഗ്രഡേഷനും കാര്യങ്ങളൊക്കെ വരുത്തി നോക്കി. പക്ഷേ എന്ത് സംഭവിച്ചു, ഈ ഒരു സ്റ്റേജിൽ എന്തുണ്ടായിട്ടില്ല, ആ കൺസ്ട്രെയിൻസ് എലിമിനേറ്റ് ആയിട്ടില്ല അല്ലെങ്കിൽ റെഡ്യൂസ് ചെയ്തിട്ടില്ല എങ്കിൽ എന്ത് ചെയ്യും, നെക്സ്റ്റ് സ്റ്റെപ്പാണെന്ത്, എലവേറ്റ് ദ കൺസ്ട്രെയിൻ. ദെൻ നമ്മൾ മേജർ ചേഞ്ചസ് ഒക്കെ വരുത്തിയിട്ട് അല്ലെങ്കിൽ എന്താണ് ഒരു അപ്ഗ്രഡേഷനോ അല്ലെങ്കിൽ അതിൽ ചെറിയ ചെറിയ ചേഞ്ചസിന് പകരം നമ്മൾ എന്ത് ചെയ്യാണ്, മൊത്തമായിട്ടുള്ള ചേഞ്ചസ് ഇന്നോവേഷനോ അല്ലെങ്കിൽ അപ്ഗ്രഡേഷനോ ഒക്കെ നടത്തിയിട്ട് എന്ത് ചെയ്യാണ്, ആ കൺസ്ട്രെയിൻ മൊത്തമായിട്ട് നമ്മൾ ഒഴിവാക്കുകയാണ്. അതിന് നമുക്ക് എന്ത് പറയാം, എലവേറ്റ് ദ കൺസ്ട്രെയിൻ എന്ന് പറയാം. അപ്പോൾ ഈ ഒരു സ്റ്റേജ് സമയത്ത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ള കൺസ്ട്രെയിൻ എന്തായി, കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ആയിട്ട് അല്ലെങ്കിൽ എലിമിനേറ്റ് ആയി പോയിട്ടുണ്ടാവും. ദെൻ എന്ത് ചെയ്യും, റിപ്പീറ്റ് ദ പ്രോസസ്. അയാൾ പറഞ്ഞാൽ അടുത്ത കൺസ്ട്രെയിൻ ഐഡൻറ്റിഫൈ ചെയ്യും, ദെൻ എന്ത് ചെയ്യും, അത് എക്സ്പ്ലോയിറ്റ് ചെയ്യും, സബോർഡിനേറ്റ് എവരിത്തിങ് എൽസ് ദ കൺസ്ട്രെയിൻ, ദെൻ എലവേറ്റ് ദ കൺസ്ട്രെയിൻ, ദെൻ അടുത്ത റിപ്പീറ്റ് ദ പ്രോസസ് എന്ന് പറഞ്ഞാൽ അടുത്തത് ഐഡൻറ്റിഫൈ ചെയ്യും. അങ്ങനെ ഒരു സർക്കിളായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഓക്കെ ഇത് ഞാനിതൊരു എക്സാമ്പിൾ വെച്ചിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം എങ്ങനെയായിരിക്കും ഈ കൺസെപ്റ്റ് വരുന്നത് എന്നുള്ളത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത് സപ്ലയേഴ്സാണ്. സപ്ലയേഴ്സിന് കറക്റ്റായിട്ട് നമുക്ക് സപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല, അവർ കപ്പാസിറ്റി കുറവ് കാരണം അവർക്ക് സപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല, ആണ് നമ്മുടെ കൺസ്ട്രെയിൻ എന്ന് വിചാരിക്കുക. ഓക്കെ അപ്പോൾ നമ്മൾ കൺസ്ട്രെയിൻ ഐഡൻറ്റിഫൈ ചെയ്തു, സപ്ലയർ കറക്റ്റായിട്ട് സപ്ലൈ ചെയ്യുന്നില്ല, അവരുടെ കപ്പാസിറ്റി ലാക്ക് ഓഫ് കപ്പാസിറ്റിയാണ്. ഓക്കെ ദെൻ നമ്മൾ എന്ത് ചെയ്തു, അതിനെ പറ്റി എക്സ്പ്ലോയിറ്റ് ചെയ്തു. അങ്ങനെ പറഞ്ഞാൽ ആ സപ്ലയേഴ്സിൻ്റെ ഈ ഒരു കൺസ്ട്രെയിൻ റിമൂവ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, സപ്ലയേഴ്സിൻ്റെ ഷെഡ്യൂൾസും കാര്യങ്ങളൊക്കെ നോക്കി വയ്ക്കും, അവർക്ക് എങ്ങനെയാണ് സപ്ലൈ ചെയ്യാൻ പറ്റുന്നത്, അവർക്ക് ഏത് സമയത്താണ് കൂടുതൽ സപ്ലൈ ചെയ്യാൻ പറ്റുക, അവരുടെ ഷെഡ്യൂൾസും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വയ്ക്കുക. അതൊക്കെ എവിടെ വരുന്നതാണ്, എക്സ്പ്ലോയിറ്റ് ദ കൺസ്ട്രെയിൻസിൽ വരുന്നതാണ്. ദെൻ തേർഡ് വൺ എന്താണ്, സബോർഡിനേറ്റ് ദ എവരിത്തിങ് എൽസ് ടു ദ കൺസ്ട്രെയിൻ. പിന്നെ നമ്മൾ എന്ത് ചെയ്യും, കൺസ്ട്രെയിനിന് ചുറ്റുപറ്റി നിൽക്കുന്ന കുറേ കാര്യങ്ങളിൽ മാറ്റം വരുത്തി നോക്കും. ഇപ്പോൾ നമ്മളുടെ സെക്കൻഡ് സ്റ്റേജിൽ പറഞ്ഞു സപ്ലയേഴ്സിൻ്റെ ഷെഡ്യൂൾസും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെച്ചു, എപ്പോഴാണ് അവർക്ക് കൂടുതൽ സപ്ലൈ ചെയ്യാൻ പറ്റുക, അല്ല അതൊക്കെ മനസ്സിലാക്കി വെച്ചാൽ എന്ത് ചെയ്യാം, അതനുസരിച്ച് നമുക്ക് പ്രൊഡക്ഷൻ ക്രമീകരിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ കൺസ്ട്രെയിൻസ് റിമൂവ് ചെയ്യാൻ സാധിക്കും. അല്ലേ, അവർക്ക് കൂടുതൽ സപ്ലൈ ചെയ്യാൻ പറ്റുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക, കൂടുതൽ പ്രൊഡക്ഷൻ കൊണ്ടുവരിക. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു കൺസ്ട്രെയിൻസ് മിനിമൈസ് ചെയ്യാൻ പറ്റും. അല്ലേ, സപ്ലയേഴ്സിൻ്റെ ഈ ഒരു കപ്പാസിറ്റിയുടെ ഒരു പ്രശ്നം നമുക്ക് മിനിമൈസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ദെൻ എന്താണ്, ഈ തേർഡ് സ്റ്റേജിൽ എത്തിയിട്ടും നമ്മൾ അങ്ങനെയൊക്കെ മാറ്റം വരുത്തിയിട്ടും നമുക്ക് എന്ത് സംഭവിച്ചിട്ടില്ല, സപ്ലയേഴ്സിൻ്റെ ആ ഒരു കപ്പാസിറ്റി അല്ലെങ്കിൽ അവർ കറക്റ്റായിട്ട് സപ്ലൈ ചെയ്യുന്നില്ല എന്ന് പറയുന്ന ആ ഒരു കൺസ്ട്രെയിൻസ് കംപ്ലീറ്റ് ആയിട്ടും പോയിട്ടില്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, എലവേറ്റ് ദ കൺസ്ട്രെയിൻ. അടുത്ത സ്റ്റെപ്പ് എന്താണ്, സപ്ലയേഴ്സിൻ്റെ എണ്ണം കൂട്ടും, അല്ലെങ്കിൽ കൂടുതൽ സപ്ലൈ ചെയ്യാൻ പറ്റുന്ന സപ്ലയറുടെ അടുത്തേക്ക് പോകും, അല്ലെങ്കിൽ നമ്മളെന്താണ് ആ ഒരു ബൾക്കായിട്ട് വേറെ എവിടെയെങ്കിലും ഇമ്പോർട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇമ്പോർട്ട് ചെയ്യും. അങ്ങനെ നമ്മൾ എന്താണ് മൊത്തമായിട്ട് ഒഴിവാക്കാൻ പറ്റുന്ന വേറെ അതർ ആൾട്ടർനേറ്റീവ് വൈസിനെ കുറിച്ച് നമ്മൾ എവിടെ ആലോചിക്കും, എലവേറ്റ് ദ കൺസ്ട്രെയിൻസിൽ ആലോചിക്കും. അപ്പോൾ എലവേറ്റ് ദ കൺസ്ട്രെയിൻ എത്തുമ്പോഴേക്കും എന്തായിട്ടുണ്ടാവും, ആ സപ്ലയേഴ്സിൻ്റെ ഭാഗത്തു നിന്നുള്ള ആ ഒരു കൺസ്ട്രെയിൻ കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ആയിട്ടുണ്ടാവും. ദെൻ നമ്മൾ എന്ത് ചെയ്യും, ഈ പ്രോസസ്സ് പിന്നെ റിപ്പീറ്റ് ചെയ്യും, അടുത്ത കൺസ്ട്രെയിൻസ് ഐഡൻറ്റിഫൈ ചെയ്യും. ഓക്കെ അങ്ങനെ ഈ പ്രോസസ്സ് പിന്നെയും റിപ്പീറ്റ് ചെയ്യും. ഓക്കെ ദെൻ വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് വേറെ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ മെഷീനറീൻ്റെ കപ്പാസിറ്റി. ഓക്കെ നമ്മളുടെ കൺസ്ട്രെയിൻ എന്ന് പറയുന്നത് മെഷീനറീൻ്റെ കപ്പാസിറ്റിയാണ്. അങ്ങനെ പറഞ്ഞാൽ ആ മെഷീനറിക്ക് ഒരു ദിവസം എന്താണ് ഒരു 8 മണിക്കൂർ വർക്ക് ചെയ്യുകയാണെങ്കിൽ 1000 യൂണിറ്റ്സേ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ അതൊരു കപ്പാസിറ്റി, അതൊരു കൺസ്ട്രെയിൻസ് ആണ്. നമുക്ക് 800-ൽ കൂടുതൽ ഓർഡേഴ്സ് വരുന്നുണ്ട് അല്ലേ, അതിലധികം ഓർഡേഴ്സ് നമുക്ക് കിട്ടുന്ന ദിവസം നമുക്ക് കൊടുക്കാൻ പറ്റുന്നില്ല. എന്തുകൊണ്ടാണ്, ബിക്കോസ് ഓഫ് ഫിസിക്കൽ കൺസ്ട്രെയിൻ. അതൊരു ഫിസിക്കൽ കൺസ്ട്രെയിൻ ആണ്, മെഷീനറിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നൊരു ഫിസിക്കൽ കൺസ്ട്രെയിൻ്റ് ആണ്. അപ്പോൾ കൺസ്ട്രെയിൻ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു. ദെൻ എക്സ്പ്ലോയിറ്റ് ദ കൺസ്ട്രെയിൻറ്റ്. നമ്മൾ ആ കൺസ്ട്രെയിൻസിനെ കുറിച്ച് മനസ്സിലാക്കുകയാണ്.
നമുക്ക് ഈ മെഷീനറിൻ്റെ കപ്പാസിറ്റി എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ എന്തെങ്കിലും വരുത്തിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു കൂടുതൽ യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമോ, അതിന് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ അനലൈസ് ചെയ്ത് വെക്കും. അതെവിടെയാണ്? എക്സ്പ്ലോയിറ്റ് ദ കൺസ്ട്രെയിനിൽ. ദെൻ എന്താണ്? സബോർഡിനേറ്റ് എവറിത്തിങ് എൽസ് ടു കൺസ്ട്രെയിൻറ്റ്. നമ്മളിവിടെ കുറേ സ്റ്റഡി നടത്തി നമ്മൾ സെക്കൻഡ് സ്റ്റേജിൽ ഇത് എങ്ങനെ ഒഴിവാക്കാമെന്ന്. അതിൻ്റെ ബേസിൽ നമ്മൾ എന്ത് ചെയ്യും? 8 hours മാക്സിമം 1000 യൂണിറ്റ്സ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ചെറിയൊരു മാറ്റം വരുത്തും. എംപ്ലോയീസിന് എന്താണ്, കുറച്ച് എംപ്ലോയീസിന് എന്ത് ചെയ്യും? ഓവർ ടൈം വർക്ക് കൊടുക്കും. 8 hours കഴിഞ്ഞിട്ട് ഒരു 2 hours കൂടെ വർക്ക് കൊടുക്കും. എന്നിട്ട് നമ്മൾ എന്താണ്, കൂടുതൽ മെഷീനിൽ കുറച്ചും കൂടെ ടൈം വർക്ക് ചെയ്യിച്ചിട്ട് നമുക്ക് ഇതൊരു മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കും. ഓക്കെ, അങ്ങനെ നമ്മൾ നോക്കും. പക്ഷേ എന്താണ്, ആ സമയത്ത് നമുക്ക് എന്താണ് ഓർഡർ ഒരുപാട് വരികയാണ്, നമുക്ക് അങ്ങനെയും നമുക്ക് എക്സ്ട്രാ ടൈം എംപ്ലോയീസിനെ വർക്ക് ചെയ്യിച്ചിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, അത് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നെക്സ്റ്റ് സ്റ്റേജാണ് ഇലവേറ്റ് ദ കൺസ്ട്രെയിൻസ്. അങ്ങനെ പറഞ്ഞാൽ എന്താണ്, ഒന്നല്ലെങ്കിൽ ആ മെഷീനറി അപ്ഗ്രേഡ് ചെയ്യും. 1000 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റി 2000 ആക്കും, അല്ലെങ്കിൽ പുതിയ ന്യൂ മെഷീനറി ഇൻസ്റ്റാൾ ചെയ്യും. അതാണ് എന്ത്? എലവേറ്റ് ദ കൺസ്ട്രെയിൻറ്റ്. then ആ പ്രൊഡക്ഷൻ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യും. ആ ഒരു കൺസ്ട്രെയിൻ പ്രോസസ്സ് പിന്നെയും റിപ്പീറ്റ് ചെയ്യും. അടുത്ത കൺസ്ട്രെയിൻസ് ഐഡൻറ്റിഫൈ ചെയ്യും, അതിൻ്റെ അനലൈസ് ചെയ്യും, സൊല്യൂഷൻ കണ്ടുപിടിക്കും, അങ്ങനത്തെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഈ ഒരു പ്രോസസ്സ് മനസ്സിലായി വിചാരിക്കുന്നത്. കുറച്ചൊരു കൺഫ്യൂസിങ്, ടെക്സ്റ്റ് നിങ്ങൾ വായിക്കുന്ന സമയത്ത് കുറച്ച് കൺഫ്യൂസിങ് ആയിട്ട് തോന്നും. അതുകൊണ്ടാണ് എക്സാമ്പിളൊക്കെ വെച്ചിട്ട് ഒന്നും കൂടെ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും തിയറി ഓഫ് കൺസ്ട്രെയിൻസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓൾറെഡി നമ്മൾ ഇതിൻ്റെ പ്രോബ്ലംസും അതിൻ്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ്സും ഒക്കെ നമ്മൾ ത്രൂപുട്ടിൽ പഠിച്ചിട്ടുണ്ട്. അതൊക്കെ തന്നെയാണ് ഇതിൽ വരുന്നതും. ഓക്കെ, അതിൽ നമ്മൾ പറയാത്ത 1-2 തിയറി ഭാഗങ്ങളാണ് ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ദാറ്റ്സ് ഓൾ ടുഡേ. താങ്ക് യു.